നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ഇന്ന് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറയാറുള്ളത്. ഇന്ന് നമുക്ക് ശനി മാറ്റത്തെക്കുറിച്ച് നോക്കാം. ശനി മാറാൻ പോവുകയാണ്. ശനി മാറ്റത്തിന് കുറച്ച് പീരീഡ് ഉണ്ടെങ്കിൽ പോലും ഈ ശനിയുടെ മാറ്റം എന്തുകൊണ്ട് അഡ്വാൻസായിട്ട് പറഞ്ഞു തരുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒക്കെ നമ്മൾ ശനി ഈ അടുത്ത മാസം 15-ാം തീയതി മാറുകയാണ്, അല്ലെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ ശനി മാറുകയാണ് എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ഒരു പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മുന്നേ കൂട്ടി നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഈ ഗ്രഹത്തിൻ്റെ മാറ്റം കൊണ്ട് നമുക്ക് മുൻകരുതലെടുക്കാൻ സാധിക്കുകയുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മഴ പെയ്താൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അറിഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇന്ന് മഴ പെയ്യും എന്നറിഞ്ഞാൽ നമ്മളൊരു കുട കരുതിക്കൊള്ളുക. കാരണം എന്താണ്, മഴ പെയ്താൽ നമുക്ക് നനയാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞിട്ട് കാര്യം എന്തോന്നാണ്, ഒരു കാര്യമില്ല, മഴ നനയേ വഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒതുങ്ങി നിൽക്കാനുള്ള സ്ഥലം കിട്ടാതെ വരും. അപ്പോൾ നമ്മൾ മഴ നനയാൻ നിർബന്ധിതനാവും. അപ്പോൾ യാത്ര ചിലപ്പം വഴി വെച്ച് ഉപേക്ഷിക്കേണ്ടി വരും. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് മുൻകരുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ തന്നെ പറയണേ. അങ്ങനെ ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2025 മാർച്ച് മാസം 30-ാം തീയതി ശനി ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് മാറും. ശനി മാറുന്നതോടുകൂടി കുറേ രാശിക്കാർക്ക് കഷ്ടത കൂടും. ഇപ്പോൾ 2.5 വർഷക്കാലമാണ് ഒരു രാശിയിൽ ശനി നിൽക്കുക. അങ്ങനെ 12 രാശിയിലുമായിട്ട് ശനി സഞ്ചരിച്ച് എത്താൻ വേണ്ടി 30 വർഷക്കാലം എടുക്കും. ഒരു രാശി ചക്രം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 30 വർഷക്കാലം എടുക്കും. ഏറ്റവും കാലദൈർഘ്യം എടുക്കുന്ന ഗ്രഹവും ശരിക്കും ശനീശ്വരൻ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഓരോ രാശിക്കാരുടെ ഫലത്തെ നമ്മൾ നോക്കി വരുമ്പോൾ കന്നി രാശിക്കാരുടെ ഫലം എങ്ങനെയെന്ന് നോക്കാം. കന്നി രാശിപ്പെടുന്ന നക്ഷത്രങ്ങൾ ശരിക്കും ഉത്തര നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗം, ഉത്തരത്തിൻ്റെ 1/4, അത്തം നക്ഷത്രം പൂർണ്ണമായിട്ടും ചിത്തിരയുടെ പകുതി ഭാഗവും അടങ്ങുന്നത് 2.25 നക്ഷത്രമാണ് കന്നി രാശി. കന്നി രാശിക്കാർക്ക് കണ്ടകശനി വരികയാണ്. ശനിയുടെ 7-ാം ഭാവത്തിലേക്കുള്ള മാറ്റം കണ്ടകൻ വരികയാണ്. കണ്ടകനൊരു പ്രത്യേകതയുള്ളത്, കണ്ടകൻ കണ്ടമാനം തരും ശനിയെ പ്രീതിപ്പെടുത്തിയാൽ. അല്ലെങ്കിൽ കണ്ടകൻ കൊണ്ടേ പോവുള്ളൂ, പലതിനെ ഇല്ലാതെയാക്കും. ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കും? ശാരീരിക വിഷമം ഉണ്ടാക്കും, മനസ്വസ്ഥത കുറയും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി ഭവിക്കും. അപ്പോൾ കണ്ടകൻ്റെ പ്രവർത്തനം നിലനിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. കണ്ടകൻ പലതും ഇല്ലാതാക്കും. അപ്പോൾ കണ്ടകനെ എത്രത്തോളം പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാമോ അത്രയും കണ്ടകൻ ഗുണഫലത്തെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ കണ്ടക ശനിയിലേക്ക് വരികയാണ്. ശനി 7-ാം ഭാവത്തിലേക്ക് എത്തുകയാണ്. 7-ാം ഭാവം ശരിക്ക് ദാമ്പത്യ ഭാവമാണ്, ഭാര്യാസ്ഥാനം അല്ലെങ്കിൽ ഭർതൃഭാവത്തിലേക്ക് ശനി വരികയാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് ശനിയുടെ ദൃഷ്ടി പതിയാണ്. അപ്പോൾ എന്തു ചെയ്യും? പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടാവും, കുടുംബത്തിനകത്ത് അസ്വസ്ഥതയുണ്ടാവും. ഇപ്പോൾ ഭാര്യയ്ക്കാണ് കണ്ടകശനി വന്നാൽ ഭർത്താവിന് അസുഖാവസ്ഥയോ ജോലിയിൽ എന്തെങ്കിലും പ്രോബ്ലംസുകളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും കാരണത്താൽ കുറച്ച് വിഷമാവസ്ഥയുണ്ടാക്കും. ഇത് ഒരു സ്ത്രീക്ക് വന്നാലും ഭർത്താവിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കി ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ അസ്വസ്ഥതയും അസ്വൈരതകളും ഒക്കെ ഉണ്ടാവും. ഇതിൽ നമ്മളുടെ ഗ്രഹദോഷം കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കി നമ്മൾ തന്നെ ക്ഷമിച്ച് സഹിച്ച് പോകാൻ തയ്യാറാവണം. അപ്പോൾ നമ്മളെ ദോഷത്തിന് വേറൊരാൾ നേരെയാക്കും എന്ന് വിചാരിച്ചിരുന്നാൽ ഒരിക്കലും പറ്റില്ല. നമ്മൾ മാറാൻ തയ്യാറാവണം. നമ്മൾ മാറാൻ തയ്യാറാവാത്തതാണ് നമ്മളുടെ പല പ്രശ്നങ്ങൾക്കും കാരണമായി കാണുന്നത്. ഇന്ന് തന്നെ ഞാൻ തന്നെ 4 ലക്ഷത്തോളം പേരെ കൺസൾട്ട് ചെയ്തിട്ടുള്ളതിൽ പലരുടെയും പ്രശ്നങ്ങൾ അവർ മാറാൻ തയ്യാറല്ല. അവർ ചുറ്റുമുള്ളവർ മാറണം, കൂടെയുള്ളവർ മാറണം, പക്ഷേ എനിക്ക് മാറാൻ തയ്യാറല്ല. പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ വരെ പോവും? നമ്മൾ മാറാൻ തയ്യാറാവണം. നമ്മളുടെ ദോഷം കൊണ്ടുണ്ടാവുന്നതിന് നമ്മളാണ് പരിഹരിക്കപ്പെടേണ്ടത്. അപ്പോൾ സമൂഹം അതിന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് റിസൾട്ട് തരാൻ വേണ്ടി നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കുടുംബ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടവരുന്ന കാലഘട്ടമാണ് ഈ 2.5 വർഷക്കാലവും. ശ്രദ്ധിക്കണം. അപ്പോൾ കണ്ടകനെ പ്രീതിപ്പെടുത്തി പോവുകയാണ് ഏറ്റവും ചെയ്യേണ്ടത്. പ്രീതിപ്പെടുത്തി പോകാൻ എന്ത് വഴി? ശനിക്കൊരു പ്രത്യേകതയുള്ളത്, ശനിയെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് പരിഹാരം ചെയ്യണം. ഒരു രോഗം വന്നതിന് ശേഷം അല്ലെങ്കിൽ രോഗം വരാതെ നോക്കുന്നതാണ് ഏറ്റവും വലിയ മിടുക്ക്. അല്ല, രോഗം വന്നതിന് ശേഷം ചികിത്സിക്കാൻ പോകുന്നതല്ല. രോഗം വരാതെ എങ്ങനെ സംരക്ഷിക്കാം, അല്ലാതെ വന്നതിന് ശേഷം പിന്നെ ചികിത്സ ചെയ്യാം, അത് ഫലിക്കാതിരിക്കാം, അല്ലെങ്കിൽ ലോങ് ടൈം ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരാം. ഒന്നും വരാതെ, രോഗം വരാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ നമ്മളെ ജീവിതയാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചില ബ്ലോക്കുകളെ നമുക്ക് മുന്നറിയിപ്പായിട്ട് തരണേ. ഇത് മനസ്സിലാക്കി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ അപകടങ്ങളിൽ പെടാതെ രക്ഷപ്പെടാം. നമുക്ക് ദോഷത്തിൻ്റെ പകുതി ദോഷം താൻ പാതി ദൈവം പാതി. താൻ പാതി എന്താണ്? താനത് അറിയണം, നിങ്ങളത് അറിഞ്ഞ് മാറാൻ തയ്യാറാവണം. നമുക്ക് വാഹന അപകടം ഉണ്ടാവും എന്ന് കാണുകയാണ്. വാഹനത്തിൽ ഞാൻ 120 പോകുള്ളെന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ അപകടത്തിൻ്റെ കാഠിന്യം കൂടും. വാഹനം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിലോ അപകടം ഉണ്ടായാൽ തന്നെ ചെറിയ ചതവോ മുറിവോ ഒക്കെ ആയിട്ട് അങ്ങ് പോവും. അതുപോലെ ഓരോന്നും നമ്മൾ സൂക്ഷിച്ചാൽ, അതാണ് താൻ പാതി, പകുതിയാണ് നമുക്ക് പരിഹാരത്തിലൂടെ മാറ്റാൻ പറ്റുക. ദൈവീയ പരിഹാരം നമ്മൾ മാറിയാലേ ദൈവാധീനം നമുക്ക് കിട്ടത്തുള്ളൂ, ദൈവം നമുക്ക് തുണയായി നിൽക്കത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം, സൂര്യഭഗവാനെ തൊഴണം. സൂര്യനെ നമസ്കരിക്കുകയാണ് ഏറ്റവും എളുപ്പം ശനിയുടെ ദോഷഭാവം കുറയ്ക്കാൻ. നക്ഷത്ര ദേവനാണ് സൂര്യൻ. അതിലുപരി എല്ലാ എനർജിയും നമുക്ക് പ്രദാനം ചെയ്യുന്ന ഗ്രഹവും കൂടിയാണ് സൂര്യൻ. അപ്പോൾ സൂര്യഭഗവാനെ തൊഴണം. ശനി വ്രതം നോക്കണം. വ്രതം എന്ന് പറയുന്നത് അന്ന് മത്സ്യമാംസാദികൾ കഴിക്കരുത്, മാംസാഹാരം അതായത് ശവം കഴിക്കരുത്. അത് കഴിക്കാതിരുന്നാൽ തന്നെ നമ്മളിലേക്ക് നെഗറ്റീവ് കുറയും. നമ്മൾ കഴിക്കും മാംസാഹാരം കഴിച്ചാൽ, മാംസാഹാരം കഴിക്കുന്നില്ലേ, ആളുകൾ കഴിക്കുന്നില്ല, എല്ലാവരും കഴിക്കുന്നുണ്ടാവാം. പക്ഷേ മാംസാഹാരം കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളിൽ നെഗറ്റീവ്, ആ ഒരു ജീവിയുടെ കർമ്മഫലവും കൂടി നമ്മളിലേക്ക് കയറുകയാണ്. നമുക്കിവിടെ ദോഷമുണ്ട്, അതിൽ കൂടി മറ്റേ ജീവിയുടെ കർമ്മഫലവും കൂടി തിന്നുമ്പോൾ എന്ത് ചെയ്യും? ദോഷത്തിൻ്റെ അളവ് കൂടും. മനസ്സിലായല്ലോ? അപ്പോൾ ദഹന കുറവുള്ള ആൾ അധികം ആഹാരം കഴിക്കും പോലെ ഇരിക്കും. അപ്പോൾ ദഹിക്കാത്ത ആഹാരം അധികമായിട്ടും കൂടി എടുത്ത് കഴിച്ചു പോയാൽ എന്ത് ചെയ്യും? ആ ദഹനേന്ദ്രിയത്തിന് പ്രവർത്തനക്ഷമമല്ലാതെ വരും. അപ്പോൾ ദഹനക്കേട് വരും. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ദോഷമുണ്ട്, അതിൽ കൂടി ദോഷമുള്ള ഒരു ജീവിയുടെ മാംസവും കൂടി തിന്നുകയാണെങ്കിൽ ആ ദോഷത്തിൻ്റെ കാഠിന്യം കൂടും. കാരണം പ്രകൃതിക്ക് എല്ലാവരും മക്കളാണ്, എല്ലാ ജീവികളും അവരുടെ സന്താനങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ മാംസമായിട്ട് കഴിക്കുമ്പോൾ ആ ജീവിയുടെ കർമ്മഫലം, ഓരോ കർമ്മഫലമാണ് ഓരോ ജീവിതമായിട്ട് അല്ലെങ്കിൽ ഓരോ ജീവികളായിട്ട് മാറുന്നതിന് കാരണം. അത് നമ്മൾ കഴിക്കുമ്പോൾ ആ കർമ്മഫലം നമ്മൾ കഴിക്കുകയാണ്. അതുകൊണ്ടാണ് മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക, പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ശനിയാഴ്ച ദിവസം സത്യസന്ധമായിട്ട് പെരുമാറുന്ന ദുഷ്ടപ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത് ചെയ്യുന്ന പ്രകൃതി ശക്തി നമ്മളെ തുണയ്ക്കും, നമുക്കൊരു കവചം സൃഷ്ടിക്കും, നമ്മളെ രക്ഷിക്കും. പ്രകൃതിയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഏത് ദേവനെ വിളിച്ചാലും നമുക്ക് ഫലം തരേണ്ടതായിരുന്നു വെച്ചാൽ പ്രകൃതി ശക്തി തന്നെയാണ്. നമ്മളൊരു ദേവനെ, ഏത് ദൈവത്തെ വിളിച്ചാലും അവൻ ഭക്തിയോടുകൂടി വിളിക്കുന്ന കാണുമ്പോൾ പ്രകൃതി മാതാവാണ് നമുക്ക് അതിൻ്റെ ഫലം തരുന്നത്, ആ ദേവനല്ല. ആൾക്കാർ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വിളിക്കുന്നത് നമ്മൾ പല പേരിൽ വിളിക്കുന്നുണ്ടെങ്കിലും പ്രകൃതി ശക്തിയാണ് നമുക്ക് ഗുണവും ദോഷവും പ്രദാനം ചെയ്യണേ. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി പോവേണ്ട ഒരു ഒരു രാശിക്കാരാണ് കന്യരാശിക്കാരെന്ന് അറിയുക. അപ്പോൾ അതുകൊണ്ടാണ് അഡ്വാൻസായിട്ട് നിങ്ങളെ ഈ വിവരം അറിയിക്കണേ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ ഓരോ നോട്ടിഫിക്കേഷനും യഥാസമയം ലഭിക്കാനായിട്ട് നിങ്ങൾ ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോ സംശയങ്ങളും നിങ്ങളുടെ ഫലങ്ങളും പെട്ടെന്ന് അറിയാൻ വേണ്ടി ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഈ ലൈവ് പ്രോഗ്രാം നിങ്ങൾക്ക് യഥാസമയത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബെൽ ബട്ടണും കൂടി അമർത്താൻ പറയണേ. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റ് ആൾക്കാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോലെ മറ്റൊരാളും കഷ്ടതപ്പെടാതെ അതിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി അത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ കന്യരാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.